ഇത്തവണത്തെ ഗവി യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അടവി കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെ നമ്മുടെ ആദ്യത്തെ പാക്കേജാണ്. അതായത് നമ്മുടെ യാത്രക്കാരെല്ലാവരും കുട്ടവഞ്ചിയിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടുത്തെ കുറച്ച് വീഡിയോസ് കാണിക്കാം. കല്ലാറിൻ്റെ വളരെ മനോഹരമായ ഒരു ഭാഗത്താണ് ഈ കുട്ടവഞ്ചി സവാരി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ കുട്ടവഞ്ചി സവാരിയുടെ ഡീറ്റെയിൽസ് ചുരുക്കി കാണിക്കാം. നമ്മുടെ യാത്രക്കാരൊക്കെ നീങ്ങി തുടങ്ങി. നമ്മുടെ ജെയിംസ് ചേട്ടൻ പോയില്ലായിരുന്നു. അപ്പോൾ ഒരു വണ്ടിയിൽ ഒരെണ്ണം വേക്കൻറ്റ് വന്നു, ഒരു വഞ്ചിയിൽ. അപ്പോൾ അതിൽ ജെയിംസ് ചേട്ടൻ കയറി പോവാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ എല്ലാ യാത്രക്കാരും ബോട്ടിങ്ങിന് എന്തായാലും ഒരാൾ പോയിട്ടില്ല. എന്തായാലും സത്യപ്രതിജ്ഞ ചേട്ടനുണ്ട്. ചേട്ടനോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാം. എങ്ങനെയാണിത്, എത്ര നാളായി തുടങ്ങിയിരുന്ന കാര്യങ്ങളൊക്കെ ചേട്ടൻ നമ്മളോട് പറയും. ഇത് എത്ര വർഷമായിട്ടോ ഇവിടെ തുടങ്ങിയിട്ട്? 10 വർഷമായി. ഇപ്പൊ എത്ര കുട്ടവഞ്ചി ഉണ്ടോ നമുക്ക്? സാറിന് എത്ര പേരുണ്ടോ? 25 വള്ളമുണ്ട്. ഇത് ആരാണ് തുടങ്ങിയത് സത്യത്തിൽ? തുടങ്ങിയത് ഇത് തുടയുന്ന ആരാ? നിങ്ങൾ ഇവിടെ സൊസൈറ്റി ആണോ? എക്കോ ടൂറിസം വനം വകുപ്പിന്റെ കീഴിൽ നടത്തുന്നതാണ്. ഓ, അടവി എക്കോ ടൂറിസം സെന്റർ. ശരി ശരി. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൃഗങ്ങളോ വല്ലതും കാണാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. ഉണക്ക സമയത്താണ് കാണാം. വെള്ളത്തിലിറങ്ങിയിരിക്കും. ഇപ്പൊ അങ്ങനെ കാണത്തില്ല. ഓക്കെ. ചേട്ടൻ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 8 വർഷമായി. 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട പുഴകളെന്നായുള്ള കല്ലാറിലാണ് നമ്മൾ ഈ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. അത് അങ്ങ് ദൂരേക്ക് തുഴഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂറോളം നമുക്കിവിടെ ഉണ്ട്. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. എന്ത് രസമാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. അത് അങ്ങ് അകലെയാണ് കുട്ടവഞ്ചി വരുന്നത്. ഒരു കുട്ടവഞ്ചിയിൽ 4 പേരാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അതിനകത്ത് കൊണ്ടുപോകും. ഏകദേശം 600 രൂപയാണ് ഒരു കുട്ടവഞ്ചി അരമണിക്കൂർ സമയത്തേക്ക് തുഴയുന്നത്. അല്ലാത്ത പാക്കേജുകളും ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കുട്ടവഞ്ചി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം വലിപ്പം മനസ്സിലാക്കാണോ? അതായത് സുഖമായിട്ട് 4 പേർക്ക് കൊണ്ടുപോകാം. അതേപോലെ 1-2 കുട്ടികൾ കൂടിയുണ്ടെങ്കിൽ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം എന്തോരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചേട്ടനെ പിടിച്ചെത്തിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നത്. നല്ല കലാപരമായിട്ട് നെയ്തെടുത്താൽ കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല രസത്തിൽ നല്ല കൈയടക്കത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പുറത്ത് വെള്ളം കയറാതിരിക്കണമല്ലോ, പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ട് ടാറ് കോട്ടിങ് ഉണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ ചില സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ കീറി പറഞ്ഞ് ഒടിഞ്ഞ രീതിയിൽ കാണും. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുട്ട ഇറക്കുക കേട്ടോ. എന്തായാലും അത് കാണാനും നമുക്കൊരു ഭാഗ്യമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ പരിപാടികളൊക്കെ. നമ്മൾ കുട്ടവഞ്ചിയിൽ കയറി യാത്ര ചെയ്യുന്ന മാത്രമല്ല, ഇത് എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അവരുടെ ഓരോ ആക്ടിവിറ്റീസും അവരുടെ ജോലിയുടെ ഒക്കെ കാണുന്ന കൂടി നോക്കി നല്ല രസമുണ്ട്. ഇതാ കുട്ടവഞ്ചി വെള്ളത്തിലിറക്കിയ ആഹാ അടിപൊളി. സൂപ്പറായിട്ടുണ്ട്. ഞാനും രമേശ് സാറും മാത്രമേ ഇവിടെ ഉള്ളൂ. രമേശ് സാർ എന്തായാലും പോയി. രമേശ് സാർ വെള്ളത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് രമേശ് സാർ എന്തായാലും പോയിട്ടില്ല. രമേശ് സാറ് സ്വന്തമായിട്ടൊരു ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ മരുന്ന് നിർമ്മാണശാലയൊക്കെ നടത്തുന്നുണ്ട്. വളരെ ഫേമസ് ആണ്. വൈക്കം പൂത്തോട്ടൊക്കെ അടുത്തുള്ള എണ്ണയ്ക്കാത്ര എന്നല്ലേ സാറേ? ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. എന്തായാലും ഒരു വൈദ്യൻ കൂടിയാണ് നമ്മുടെ കൂടുതലുള്ളത്. എല്ലാവർക്കും ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാണ്. ഇപ്പോൾ വെള്ളക്കുറവാണ്, എന്നാൽ പോലും എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടിച്ച് തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട സുരക്ഷയാണ്. നമുക്ക് എന്ത് വിനോദം ഉണ്ടെങ്കിലും ശരി, നമുക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ വിനോദത്തിനൊന്നും ഒരു റിലവൻസും ഇല്ല. കയറാനായിട്ട് ചേട്ടന്മാരെ സഹായിക്കും. വെള്ളത്തിൽ എപ്പോഴും അവിടുത്തെ ഗാർഡ് പറയുന്ന അല്ലെങ്കിൽ തുഴയാൻ ബന്ധിക്കുന്ന അതായത് ഒഫീഷ്യൽസ് പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യണം. കാരണം വെള്ളത്തിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ കൃത്യമായിട്ട് ആളുകളെ വളരെ സേഫായിട്ട് കുട്ടവഞ്ചിയിലേക്ക് കയറ്റിയിരുന്നു. അത് വെയിറ്റൊക്കെ ബാലൻസ് ചെയ്ത് തന്നെ അവരിരുത്തിക്കോളും. വളരെ കോപ്പറേറ്റീവ് ആട്ടോ ഇവർ. മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല രസമുണ്ട് ഇവരുടെ ഇടപെടലും കാര്യങ്ങളും സഹായം എന്നൊക്കെ തോന്നുന്നുണ്ട്. ആർക്കാ സാറേ വയസ്സായത്? വയസ്സായതോ സാറേ? എവിടുന്നാ സാറേ നമ്മള്? ട്രിവാൻഡ്രത്ത്. അത് ശരി. തൊഴണ ഏട്ടൻ്റെ പേരെന്താ? രവിചേട്ടൻ. ഓക്കെ സാറേ, വെൽക്കം. രവിചേട്ടൻ അങ്ങനെ 2 ഗസ്റ്റുമായിട്ട് കുട്ടവഞ്ചി തുഴഞ്ഞു പോവാണ്. ഇനി അത് ഏതാണ്ട് 1 അരമണിക്കൂറോളം യാത്രയിലായിരിക്കും. ഇതങ്ങ് ദൂരെ പുഴക്കല്ലാറിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ അറിഞ്ഞവർ തിരിച്ചു വരും. ഇവിടെ എല്ലായിടത്തും പാരക്കീറ്റ്സിൻ്റെ കരച്ചിലാണ്. ഇഷ്ടംപോലെ തത്തകളാണ് നിൽക്കുന്നത്. ഇതാ മേളിൽ നിറയെ തത്തകളാണ് കേട്ടോ. അതിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. നമ്മുടെ ബസ്സിൽ വന്നിറങ്ങി വഞ്ചിയിൽ പോയതാ വന്നു തുടങ്ങി കേട്ടോ. നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. എന്തായാലും കണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇനി പോയവരുടെ അനുഭവങ്ങൾ കൂടി ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും.
നമ്മുടെ ആദ്യ കുട്ടവഞ്ചി തിരിച്ചു വന്നു. എന്തായാലും കുട്ടവഞ്ചി യാത്ര എല്ലാവരും നമ്മുടെ ബാക്കിയുള്ള ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ അടവിയിൽ കുട്ടവഞ്ചി സഞ്ചരിക്കുന്ന എല്ലാവരും ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ വെള്ളത്തിലെ പരിപാടിയാണ്. അതുകൊണ്ട് വെള്ളത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗാർഡുമാർ പറയുന്ന അനുസരിച്ച് മാത്രം നിങ്ങൾ ഇറങ്ങുകയും കയറുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് മറിയാനുള്ള റിസ്ക് സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെയിറ്റൊക്കെ കറക്റ്റ് ബാലൻസ് ചെയ്ത് അവർ നിങ്ങൾ ഇറക്കിക്കോളും. വളരെ സേഫ്റ്റിയാണ്. ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അവർ നിങ്ങൾക്ക് ഒപ്പം ഉണ്ട്, എല്ലാം റെഡിയാണ്. പക്ഷേ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് വസ്തുത. നമ്മൾ അമ്പിളി ചേച്ചിയൊക്കെ നടന്നല്ല ഇഴഞ്ഞാണ് പുറത്തേക്ക് കയറുന്നത്. എന്റെ ചീത്ത കൊണ്ട് കാര്യമില്ല. എന്തായാലും കേട്ടോ, ഫസ്റ്റ് ബാച്ച് തിരിച്ചെത്തി. ഇനി നമ്മുടെ ബാക്കിയുള്ള ബാച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കൂടി കയറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് ഗവിയിലേക്ക് പോകണം. ആ കൈ വന്ന് പോകാൻ കഴിയുമോ? ഇറങ്ങിപ്പോലെ കേട്ടാ, ശ്രദ്ധിച്ച്. എനിക്ക് കയറിയോ മതി 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 പോരെ. ഹാപ്പിയായില്ലേ? നല്ല സുഖമാണ്. എങ്ങനെ ഉണ്ടായ വെള്ളം? ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെ ഉണ്ടായ വെള്ളം? നടപ്പുണ്ടോടാ? രാജേഷ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ല മാന്യമായ രീതിയിൽ നമ്മളോട് നല്ല രീതിയിലുള്ളൊരു യാത്രയാണ് അവർ നമുക്ക് വന്നത്. അതുപോലെ ഏതായാലും KSRTC എടുക്കുന്ന ഈ യാത്രയിൽ നല്ല ഗംഭീരമായൊരു അനുഭവം തന്നതിന് KSRTCയിലെ ജീവനക്കാരോടും അതുപോലെ ശാന്തേറിനോടും ജെയിംസേറിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഒരു എക്കോ ഷോപ്പ് ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ എക്കോ ഷോപ്പുകൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചേച്ചി തേരുണ്ടല്ലോ അല്ലേ? ചെറുതനെന്താ ചേച്ചി വില? 2200. ഓ ശരി. എന്തായാലും ചേച്ചി ചെറുതേന് എത്ര ചേച്ചി? 2200 രൂപയ്ക്ക് ചെറുതേനും 700 രൂപയ്ക്ക് വൻതേനും കിട്ടും. ഓക്കെ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ നേരെ ഗവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പത്തനംതിട്ട വരുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 40 മിനിറ്റ് കൊണ്ടൊക്കെ ഓടി എത്താവുന്ന സ്ഥലം തന്നെയാണ് അടവി. അങ്ങനെ ഇവിടെ വരികയാണെങ്കിൽ അടവി കുട്ടവഞ്ചി സവാരി നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോന്നി ആനക്കൂട് സന്ദർശിച്ച് തുടങ്ങാം. അത് ചെറിയൊരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പത്തനംതിട്ട ജില്ലയിലെ സ്ഥലങ്ങളിലൊന്ന് തന്നെയാണ് അടവി. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗവിയിലേക്ക്.